Sherinz ന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായ ഇഷ്ടമില്ലാത്തവർ കുറവായിരിക്കും അല്ലേ? ആകെ കൂടെ ക്ഷീണിച്ച് അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയി ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ നല്ല കടുപ്പത്തിലൊരു ചായ ആയാലോ, അതും നല്ല അടിപൊളി മസാല ചായ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ചായയാണ്. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 ഗ്രാമ്പൂ, 1 ഗ്ലാസ് വെള്ളം, 1.5 കപ്പ് പാല്, 2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ചായപ്പൊടി. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷെ കുറച്ച് കൂടുതലുള്ളതായിരിക്കും മസാല ചായക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഞാനൊരു 2 കപ്പ് ചായയുടെ അളവിലുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം, കറുവപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 മിനിറ്റ് നേരം തിളയ്ക്കണം. എന്നിട്ട് വേണം ചായപ്പൊടി ഇട്ട് കൊടുക്കാൻ. ചായപ്പൊടി ഇട്ട് ഒരു 15 സെക്കൻഡെങ്കിലും തിളച്ചതിന് ശേഷം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് ഒരു 1/2 മിനിറ്റെങ്കിലും തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞ് അത് ഓഫാക്കി നമുക്ക് അരിച്ച് ഒഴിക്കാം. പക്ഷെ ഒരുപാട് സമയം തിളപ്പിക്കരുത്. അപ്പോൾ ചായയുടെ ടേസ്റ്റും നിറമൊക്കെ മാറിപ്പോവും. ചായക്കൊരു കറുപ്പ് നിറം വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. ഇത് പല രീതിയിലും ഉണ്ടാക്കാം. അതായത് 1 കപ്പ് വെള്ളം 1 കപ്പ് പാൽ എന്ന തോതിലെടുക്കാം. പാൽ മാത്രം ആയിട്ടെടുക്കാം. അതല്ലെങ്കിൽ 1 കപ്പ് വെള്ളം 1.5 കപ്പ് പാൽ എന്ന തോതിലെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ ഈ മസാല ചായയിൽ ഇഞ്ചി, ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനം ശരിയാക്കാനും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു ഉണർവൊക്കെ കിട്ടി നമ്മളൊന്ന് ഉഷാറാവും. ഇനി നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.